ഹായ് ഗൈസ്, കുറേ നാളായി ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഒരു മിനിറ്റ് നിന്നിട്ട് പോ. അപ്പോൾ ഞാനിങ്ങനെ ഇത്ര നാളുകൾക്ക് ഞാൻ കുറേ ഫുട്ബോളിൻ്റെ റിയാക്ഷൻ വീഡിയോ കാണുവാണേ. അപ്പോൾ ഇത് റിയാക്ഷൻ വീഡിയോ ആണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നോക്കി ഫുട്ബോളിൻ്റെ വീഡിയോ മാത്രമായിട്ട്, അതായത് സ്ക്രീനിൻ്റെ ഒരു 55% 60% മാത്രം ഗ്രീൻ ഫീൽഡ് അങ്ങനെ സ്ക്രോൾ ചെയ്തൊന്നും കാണുന്നത്. ഫുട്ബോളിൻ്റെ വീഡിയോ ആണ്, ഞാൻ മെയിനായിട്ട് ഗോളാണ് കാണുന്നത്. അപ്പം ഒരു വണ്ടർഫുൾ അല്ലെങ്കിൽ ഒരു ലെജൻഡറി ഗോൾസ് ഒക്കെ ആയിരിക്കും കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞ് തീരാറാകുമ്പോഴായിരിക്കും ഇത് റിയാക്ഷൻ ആരോ ചെയ്ത റിയാക്ഷൻ വീഡിയോ ആണെന്ന് മനസ്സിലാകുന്നത് പിന്നീടാണ്. കാരണം ഇതിന്റെ മേളിൽ ഒരുത്തൻ ഇരിക്കുക, ഓൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ സൈലൻസിൽ ഇരുന്നിട്ട് ഇങ്ങനെ തലയാട്ടുക. കുറെ വീഡിയോ കുറെ പേര് സെയിം സാധനം തന്നെ ചെയ്യുന്നു. ഇങ്ങനെ ചുമ്മാ ഇതാണ് റിയാക്ഷൻ. ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊള്ളാം, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്നവരുമില്ല. ഒരു കസേരയിലൊക്കെ ഇരുന്നിട്ട്, അതും ഗെയിമിംഗ് ചെയറിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ഒരു എക്സൈറ്റഡ് ആക്ഷൻ പോലും ഇല്ല. എന്തോ സുപ്രീം കോർട്ട് ജഡ്ജ് ചെയ്യാന്നാണ് വിചാരം. ആരാ? ഏതോ ഒരു ഗെയിമറാ അല്ലെങ്കിൽ ഒരു ഫുട്ബോളർ, ഏത് ലെജൻഡറി ഫുട്ബോളേഴ്സിന്റെ ഗോൾ കണ്ടിട്ട് റിയാക്ട് ചെയ്യുന്നോ ഇങ്ങനെ? എന്നിട്ട് വെറുതെ തലയിട്ട് ഇത്ര ഉള്ള റിയാക്ഷൻ. ഞാനൊക്കെ ആ ഒരു ഗോൾ കാണുമ്പോണ്ടല്ലോ ഇങ്ങനെ കയറി ഇങ്ങനെ വരും സാധനങ്ങൾ. അത് ലെജൻഡറി ഗോൾസ് ഒക്കെ ആയിരിക്കും കാണുന്നത്. ഞാനത് കണ്ട് എനിക്ക് റിപ്പീറ്റഡ്ലി കണ്ടാലും തോന്നും വാ വാട്ട് എ വണ്ടർഫുൾ ഗോൾ മാൻ. ലൈക്ക് അങ്ങനത്തെ സാധനങ്ങൾ വരെ ഓട്ടോമാറ്റിക്കലി വന്നു പോകും. അപ്പം അങ്ങനെ ഇരുന്ന് കാണുമ്പോഴത്തേനും ഇമാതിരി സാധനങ്ങൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ റിയാക്ഷൻസ് കാണുമ്പോൾ നമുക്ക് പൊളിയുന്നത് കാണുമ്പോൾ എന്തോ ഇതാണ് റിയാക്ഷൻ. ദിസ് കനോട്ട് ബി കോൾഡ് റിയാക്ഷൻ മാൻ. ഇതെങ്ങനെ വിളിക്കും? ഇതെൻ്റെ പുത്തൻ റീബൻ ക്ലാസ്. ഞാൻ വർക്കിലെ പോയപ്പോൾ മേടിച്ചതാ. എങ്ങനെയുണ്ട്? ലൈറ്റ് കത്തുന്നില്ല.